ദിവസങ്ങളായി പത്രങ്ങളിൽ വെൽഫെയർ പാർട്ടി ഒരു സജീവമായ ചർച്ചയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിന്റെ ആരവങ്ങൾ അവസാനിച്ചുകൊണ്ടിരിക്കുന്നു. മതേതര വിശ്വാസികൾ ആഗ്രഹിച്ചതുപോലെ പാലക്കാട് ജില്ലയിൽ നിന്ന്, പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് ഒരു വിജയം കേരളത്തിലെ മതേതര പോരാട്ടങ്ങൾക്ക് കൂടുതൽ ശക്തി പകരാൻ സഹായകമായിട്ടുള്ള ഏതൊരാളും ആഗ്രഹിച്ച ഒരു വിജയമാണ് പാലക്കാട് സംഭവിച്ചത്. യുഡിഎഫിന്റെ കാൻഡിഡേറ്റ് രാഹുൽ മാങ്കൂട്ടം പാലക്കാടിലെ സമീപകാലത്ത് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കാറുണ്ട്. അത് പ്രാദേശിക തലത്തിലാണെങ്കിലും ലോക്കൽ ബോഡി ഇലക്ഷനുകളാണെങ്കിലും അതേപോലെ തന്നെ നിയമസഭാ ലോക്സഭാ ഇലക്ഷനുകളിലാണെങ്കിലും കൃത്യമായൊരു നിലപാട് പാർട്ടി സ്വീകരിക്കാറുണ്ട്. ഫാസിസ്റ്റുകൾ വിജയിക്കാൻ, ബിജെപി വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പാർട്ടിയുടെ ഒരു പ്രഖ്യാപിതമായ നിലപാട് തന്നെയാണ് അതിന്റെ തൊട്ടടുത്തുള്ള വിജയിക്കാൻ സാധ്യതയുള്ള എതിർ സ്ഥാനാർത്ഥി ആരാണോ അവരെ പിന്തുണയ്ക്കുകയും അവരെ വിജയിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുക എന്നത് പാർട്ടിയുടെ ഒരു പ്രഖ്യാപിതമായ നിലപാടാണ്. ഇത് വെൽഫെയർ പാർട്ടിയുടെ മാത്രം ഒരു നിലപാടായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. വാളയാറിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ, കേരളം വിട്ടുകഴിഞ്ഞാൽ സിപിഎം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും നിലപാട് അതുതന്നെയാണ്. ഇന്ത്യ മുന്നണിയിൽ ഏതൊക്കെ പാർട്ടികളാണുള്ളത് എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ വെൽഫെയർ പാർട്ടി സ്വാഭാവികമായും അതിന്റെ ഒരു തുടർച്ച തന്നെയാണ് കേരളത്തിലും അതിന്റെ തെരഞ്ഞെടുപ്പുകളിൽ സമയാസമയങ്ങളിൽ സ്വീകരിച്ച് വരുന്നത്. ആ നിലക്കാണ് കഴിഞ്ഞ ഒരു 6 തെരഞ്ഞെടുപ്പുകൾ എടുത്ത് നമ്മൾ നോക്കിയാൽ, ലോക്സഭാ ഇലക്ഷനുകൾ, നിയമസഭാ ഇലക്ഷനുകൾ, ലോക്കൽ ബോഡി ഇലക്ഷനുകൾ ഇതെല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കഴിഞ്ഞ ഒരു 6 തെരഞ്ഞെടുപ്പുകളെ നമ്മളെടുത്ത് വിലയിരുത്തിയാൽ തന്നെ ഇവിടെ വിജയസാധ്യതയുള്ള മതേതര മുന്നണി യുഡിഎഫ് ആണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിന് വലിയ വിദ്യാഭ്യാസമൊന്നും ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഇലക്ഷൻ എഞ്ചിനീയറിംഗിനെ കുറിച്ചും ഇലക്ഷൻ റിസൾട്ടുകളെ കുറിച്ചും സാമാന്യമായി പരിശോധിക്കാൻ കഴിയുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ആ നിലക്കാണ് യുഡിഎഫിനെ പിന്തുണയ്ക്കാനും അതേസമയം സിപിഎം ആകട്ടെ ശ്രമിച്ചത് ബിജെപിക്ക് സഹായകമാകുന്ന രീതിയിൽ. നമുക്കറിയാം, സിപിഎം അതിന്റെ ഇലക്ഷൻ പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ തന്നെ മതേതര വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് ശ്രമിച്ചത്. യുഡിഎഫിൽ നിന്ന് പുറത്തു വന്ന ഒരാളെ കാൻഡിഡേറ്റ് ആക്കുന്നു, മുസ്ലിം പത്രങ്ങളിൽ പരസ്യം നൽകുന്നു, യുഡിഎഫ് ക്യാമ്പുകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇലക്ഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അങ്ങനെ മതേതര വോട്ടുകളിൽ ഭിന്നിച്ച് ഇലക്ഷന് ശേഷം സിപിഎമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞത് 2ാം സ്ഥാനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ മത്സരിച്ചത് എന്നാണ് അവർ പറഞ്ഞത്. 2ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും 1ാം സ്ഥാനത്ത് ബിജെപി വന്നാലും കുഴപ്പമില്ല, 2ാം സ്ഥാനത്ത് ഞങ്ങൾ എത്തണം. 2ാം സ്ഥാനത്തേക്ക് അവർ എത്തണമെങ്കിൽ സ്വാഭാവികമായും അവർ ചെയ്യേണ്ടിയിരുന്നത് ബിജെപിക്ക് പോകാൻ സാധ്യതയുള്ള വോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. എന്നാൽ അവർ ചെയ്തത് അതല്ല. യുഡിഎഫിന് പോകാൻ സാധ്യതയുള്ള വോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിച്ചത്. ഈ തെരഞ്ഞെടുപ്പില് വെൽഫെയർ പാർട്ടി പൊതുസമൂഹത്തോട് പറഞ്ഞ നരേഷൻസ് ഉണ്ട്, അതാണ് വിജയിച്ചത്, അതാണ് ജനങ്ങൾ സ്വീകരിച്ചത്. സിപിഎം ജനങ്ങളോട് പറഞ്ഞ, ഇടതുപക്ഷം ജനങ്ങളോട് പറഞ്ഞ, ഇടതുപക്ഷം എല്ലാ പാർട്ടികളെയും പറയാൻ കഴിയില്ല, സിപിഎം ജനങ്ങളോട് പറഞ്ഞ നരേഷൻസ് എന്താണോ അത് ജനങ്ങൾ തള്ളിക്കളയുകയും വെൽഫെയർ പാർട്ടി പറഞ്ഞ നരേഷൻ, വെൽഫെയർ പാർട്ടി ഉയർത്തിപ്പിടിച്ച കാഴ്ചപ്പാടുകൾ ജനങ്ങൾ സ്വീകരിക്കുകയും
അതിന്റെ ഒരു റിസൾട്ടാണ് ഈ ഇലക്ഷനിൽ ഉണ്ടായത് എന്നത് എല്ലാവർക്കും, പ്രത്യേകിച്ച് മതേതര ഭാഗത്തു നിന്ന് പ്രവർത്തിക്കുന്ന, ചിന്തിക്കുന്ന ഏതൊരാൾക്കും സന്തോഷം നൽകുന്ന കാര്യമാണ്. അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നവർക്ക് വലിയ തോതിൽ ആത്മവിശ്വാസം പകരുന്ന ഒരു റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത്. പാർട്ടിക്ക് പറയാനുള്ള മറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള കുറിപ്പുകളിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ ഇലക്ഷന്റെ മുൻപ് ഈ മതേതര കക്ഷിയിൽപ്പെട്ട ആളുകളെ വിജയിപ്പിക്കാൻ ആവശ്യമായ രീതിയിൽ, അല്ലെങ്കിൽ ഫാസിസ്റ്റുകളെ പരാജയപ്പെടുത്താൻ സഹായകമായ രീതിയിൽ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല പിന്തുണയും സഹകരണവും ലഭിച്ചിട്ടുണ്ട്. അതിന് ഈ സന്ദർഭത്തിൽ നന്ദി പറയാൻ കൂടി ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. എന്തെങ്കിലും അന്വേഷിക്കാനുണ്ടെങ്കിൽ അന്വേഷിക്കാവുന്ന. 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിരവധി പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും CPM വെൽഫെയർ പാർട്ടി ഭരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എവിടെയാണെന്നുള്ളത് നോക്കാറുള്ളത്? ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മനോരമ ചാനലിനെതിരായി CPM സംസ്ഥാന കമ്മിറ്റി ഇന്നലെ ഒരു കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വെൽഫെയർ പാർട്ടിയും CPM-ഉം തമ്മിൽ ധാരണയോടെ മത്സരിച്ച വിഷയത്തെ സംബന്ധിച്ച് പല മീഡിയകളും വാർത്ത കൊടുത്തിരുന്നു. അതിൽ ഇന്നലെ CPM സ്റ്റേറ്റ് കമ്മിറ്റിയുടെ മനോരമ ചാനലിനെതിരായി ഞങ്ങൾ കേസ് കൊടുക്കുന്നു. ഞാൻ പറയുന്നത് ചിലപ്പെട്ട ആളുകൾ അറിയാതെയല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഞാൻ കൗൺസിലറായി പ്രതിനിധീകരിക്കുന്ന പാലക്കാട് നഗരസഭയിലെ 32-ാം വാർഡ് 2020-ലാണ് ഞാൻ അതിനു മുൻപ് 2015-ൽ അവിടെ വെൽഫെയർ പാർട്ടി മത്സരിച്ച് വിജയിച്ചു. ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ പോയി അടിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, അതിൽ CPM-ന്റെ സ്ഥാനാർത്ഥിയില്ല, അവിടെ അവരുടെ ചിഹ്നവുമില്ല. കാരണം വെൽഫെയർ പാർട്ടിയുമായി ധാരണയായി. ആ ധാരണ മുൻ MLA നാരായണേട്ടനും അവിടെ TK നൌഷാദ്, തൊട്ടഭാഗം മത്സരിച്ച TK നൌഷാദ്, അബ്ദുൽ ജലീൽ എന്ന് പറഞ്ഞ ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീട്ടിൽ നിന്നുകൊണ്ടാണ് ചർച്ച നടന്നത്. അതിന് സാക്ഷ്യം വഹിച്ച സഖാക്കൾ ഇപ്പോഴും നാട്ടിൽ ജീവിച്ചിരുന്നു. എന്ന് വെച്ചാൽ തൊട്ടടുത്ത വാർഡിൽ 31-ൽ TK നൌഷാദ് മുൻ MLA അവിടെ കാൻഡിഡേറ്റ് ആയിരുന്നപ്പോൾ അവിടെ വെൽഫെയർ പാർട്ടി പിന്തുണയ്ക്കുകയും 32-ൽ ഞാനിപ്പോൾ വിജയിച്ച 32-ൽ CPM വെൽഫെയർ പാർട്ടിയെ പിന്തുണയ്ക്കുക എന്ന അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ കുറെ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കൂട്ടലങ്ങാടി പഞ്ചായത്ത് കഴിഞ്ഞ തവണ ഒരുമിച്ച് ഭരിച്ചത് വെൽഫെയർ പാർട്ടിയും CPM-ഉമാണ്. മുക്കം മുനിസിപ്പാലിറ്റി കഴിഞ്ഞ തവണ ഒരുമിച്ചാണ് ഭരിച്ചത്. ഇങ്ങനെ കേരളത്തിലുടനീളം പരസ്പര ധാരണയോടുകൂടിയാണ് മുന്നോട്ട് പോയത്. പിരായിരി പഞ്ചായത്തിൽ അപ്പുറത്തിരിക്കുന്ന റിയാസ് ഖാലി ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ തവണ മെമ്പറായിരുന്നു. സഖാവ് കൃഷ്ണൻകുട്ടി അവിടെയുള്ള ഏരിയ സെക്രട്ടറി കൃഷ്ണൻകുട്ടിയുമായി ഞാനാണ് ചർച്ചയ്ക്ക് പോയത്. നേരിട്ട് അവിടെ ഓഫീസിൽ പോയി ഞാനും റിയാസും ചർച്ച ചെയ്തു. സഖാക്കളെ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 4-ാം വാർഡിൽ റിയാസ് ഖാലിദിനെ അവിടെ CPM സ്ഥാനാർത്ഥിയില്ല. ഇല്ലല്ലോ റിയാസ്? ഇല്ല. അവിടെയും നമുക്ക് CPM പിന്തുണയോടുകൂടിയാണ് നമ്മൾ മത്സരിച്ചതും വിജയിച്ചതും. ഈ പറഞ്ഞതുപോലെ CPM-ന് എന്നു മുതലാണ് വെൽഫെയർ പാർട്ടി യോജിക്കാൻ കഴിയാത്തവരായി മാറി എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ്. ലോക്സഭാ ഇലക്ഷനിൽ ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ BJP വിരുദ്ധ മുന്നേറ്റത്തിൽ വെൽഫെയർ പാർട്ടി കൃത്യമായി തീരുമാനമെടുത്തു. BJP കേന്ദ്ര സർക്കാരിനെതിരായി പുതിയൊരു ഭരണ സംവിധാനം വരണമെങ്കിൽ
അത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UPA മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആണ് വെൽഫെയർ പാർട്ടി UDF പിന്തുണയ്ക്കുന്നത്. അതോടുകൂടിയാണ് CPM നമ്മൾ അകറ്റി നിർത്തപ്പെടേണ്ടവരായി തോന്നിത്തുടങ്ങി. ഇതാണ് അതിന്റെ വസ്തുത. ഇനി വലിയൊരു ലിസ്റ്റ് ഉണ്ട്. ഏതാണ്ട് 45ഓളം വാർഡുകളിൽ പരസ്പരം സഹകരിച്ച് പോയതിന്റെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഇതൊക്കെ 2015 2016 ഇലക്ഷനോട് കൂടിയാണ് ഞങ്ങള് മൊഴി ചൂണ്ടുന്നത്. 19 നാലാം വാർഡ് അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല. വെൽഫെയർ പാർട്ടി ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമല്ല, LDFന്റെയോ UDFന്റെയോ ഭാഗമല്ല. വെൽഫെയർ പാർട്ടിക്ക് വെൽഫെയർ പാർട്ടിയുടേതായ ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങളും കാഴ്ചപ്പാടുകളുമുണ്ട്. അത് തെരഞ്ഞെടുപ്പ് സമയത്ത്, പ്രത്യേകിച്ച് ലോക്കൽ ബോഡി ഇലക്ഷനുകളിൽ പ്രാദേശികമായ നീക്കുപോക്കുകൾ പാർട്ടി നടത്താറുണ്ട്. അതിന് നേരത്തെ UDF സഹകരിച്ചിട്ടുണ്ട്, LDF സഹകരിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ സ്വഭാവത്തിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഭാവിയിൽ എന്താവുന്നുള്ളത് ഇപ്പൊ പറയാൻ കഴിയില്ല. 2015 CPM-ആയിട്ട് ചർച്ച ചെയ്തിട്ടൊക്കെയാണ് തീരുമാനത്തിലെത്തിയത് സഹകരിക്കാൻ. ഇപ്പൊ നമ്മള് 2024 ഇതുപോലെ UDF-മായി ചർച്ച ചെയ്തില്ല. UDF-മായി ചർച്ച നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ പ്രാദേശികമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. 2019 ലോക്സഭാ ഇലക്ഷന് ശേഷം പ്രാദേശികമായി ചില നീക്കുപോക്കുകളും ധാരണകളുടെയും അടിസ്ഥാനത്തിൽ ചില ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ എല്ലായിടത്തും അങ്ങനെ എന്തില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ സുലൈമാൻ മത്സരിച്ചെടുത്ത് UDF-ന് കാൻഡിഡേറ്റ് ഉണ്ട് അവിടെ. അതിന് തൊട്ടു മുമ്പ് ഉള്ള ലോക്കൽ ബോഡി ഇലക്ഷനിൽ 2020 അവിടെ UDF-ന് CPM-നും ഉണ്ട്, UDF-നും ഉണ്ട്. ത്രികോണ മത്സരത്തിലാണ് നമ്മളവിടെ ജയിച്ചത്. അതേസമയം ചില സ്ഥലങ്ങളിൽ അങ്ങനെയല്ല. UDF നമുക്ക് അനുകൂലമായ ചില സമീപനങ്ങൾ സ്വീകരിച്ച സ്ഥലങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവിടെ UDF-ന് കാൻഡിഡേറ്റ് ഉണ്ടായിട്ടില്ല. എല്ലായിടത്തും അങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. പ്രാദേശികമായി നീക്കുപോക്കുകളാണ്. 20 നീക്കുപോക്ക് ഉണ്ടായിട്ടുണ്ട്. അതെ 20 2015 LDF-ഉമായിട്ട് ഏത് സ്വഭാവത്തിലാണോ ധാരണയുണ്ടായത് അതേ സ്വഭാവത്തിൽ 2020 UDF-ഉമായിട്ട് ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമുക്കത് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ അനുവർത്തിക്കുന്ന ഒരു നയം എന്ന് പറയുന്നത് BJP ജയിക്കാൻ സാധ്യതയില്ല. അവിടെ ഒന്നാമതെത്തുന്നത് ഏത് പാർട്ടിയാണെന്നുള്ള നിങ്ങളുടെ നിഗമനത്തിൽ അവരെ പിന്തുണയ്ക്കും. അതിപ്പോ ഇനി അടുത്ത 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ പല മണ്ഡലങ്ങളിൽ ഇപ്പോ ചുരുങ്ങിയതാണെങ്കിൽ അവിടെ BJP ജയിക്കുന്ന മണ്ഡലങ്ങളിൽ LDF ആണ് അവിടെ ജയസാധ്യതയെങ്കിൽ ഒരു സംശയം വേണ്ടതില്ല. LDF-ന് അനുകൂലമായ നിലപാടായിരിക്കും പാർട്ടി എടുക്കുക. ചർച്ച ആവശ്യമില്ല. ഇല്ല. ലോക്സഭയിലൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ചർച്ചയുടെ ആവശ്യമില്ല. നമ്മുടെ മുമ്പിൽ ഇലക്ഷൻ കഴിഞ്ഞ ഒരു 2-3 ടേമിൽ ഇലക്ഷൻ റിസൾട്ട് നമ്മുടെ മുന്നിലുണ്ടാകും. അടുത്ത വോട്ടിംഗ് പാറ്റേൺ ഉണ്ടാകും. അവിടെ ജയസാധ്യതയുള്ള മതേതര മുന്നണിയുടെ സ്ഥാനാർത്ഥി ആരാണ്? LDF ആണെങ്കിൽ LDF-ന്റെ കാൻഡിഡേറ്റ്, UDF ആണെങ്കിൽ UDF-ന്റെ കാൻഡിഡേറ്റ്. അത്രേ. രാഹുലിന് വലിയ ഭൂരിപക്ഷമാണ് ലഭിച്ചിട്ടുള്ളത്. അതെ. അതില് വെൽഫെയർ പാർട്ടിയുടെ പങ്ക് എത്രത്തോളം നിർണായകമായി എന്നാണ് കരുതുന്നത്? വോട്ടിംഗ് ഷെയർ മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ പാലക്കാട് മണ്ഡലത്തിൽ മത്സരിച്ച കുറെ വാർഡുകളുണ്ട്. ഏകദേശം 32-ാം വാർഡ്, ഞങ്ങൾ പ്യാരി പഞ്ചായത്തിൽ 4-ാം വാർഡ്, പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ തന്നെ 3-ാം വാർഡ്, അങ്ങനെ പല വാർഡുകളിലും ഞങ്ങൾ മത്സരിപ്പിച്ചാൽ തന്നെ ഞങ്ങൾക്ക് 3000-ത്തിലധികം വോട്ട് വെൽഫെയർ പാർട്ടിയുടെ പേരിൽ തന്നെ വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് 18,000 വോട്ടിൽ രാഹുൽ ജയിച്ചത് ഞങ്ങളുടെ വോട്ടിലാണെന്നും അങ്ങനെ വാദമൊന്നുമില്ല. പക്ഷെ ഞങ്ങളുടെ വോട്ടും മാത്രമല്ല, ഞങ്ങൾ ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ ഭാഗത്തും പാലക്കാട് മണ്ഡലത്തിൽ എല്ലാ ഗ്രാമങ്ങളിലും കുടുംബയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ അതിനുവേണ്ടി സോഷ്യൽ മീഡിയ പ്രചരണം നടത്തിയിട്ടുണ്ട്. ഏകദേശം എല്ലാ വീടുകളും എത്തുന്ന രീതിയിലാണ് ഞങ്ങൾ സ്ക്വാഡ് അറേഞ്ച് ചെയ്തത്. ആ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ വ്യവസ്ഥാപിതമായിട്ട് ചെയ്തിട്ടുണ്ട്. വോട്ട് ചേർക്കുന്നതിൽ പോലും ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന മുമ്പ് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ബൂത്തുകളിലെല്ലാം വോട്ട് ചേർത്ത് ഞങ്ങളുടെ പ്രസൻസ് ഉള്ള ബൂത്തുകൾ നിങ്ങൾ നോക്കിയാൽ അറിയാം. അവിടെ എല്ലാം കാര്യമായ വോട്ട് ചേർത്തിയിട്ടുണ്ട്. ഏകദേശം UDF-ന് അനുകൂലമായ പോൾ ചെയ്യാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഞങ്ങൾ രാഹുലിന്റെ വിജയത്തിൽ ഞങ്ങളുടെ പങ്ക് ഞങ്ങൾ വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് അഭിമാനപൂർവ്വമായി പറയാൻ പറ്റിയ കാര്യമാണ്. ഈ നേതാക്കളായിട്ട് ഇറങ്ങിയത് ചർച്ച നടന്നിരുന്നു. അതായത് രാഹുൽ നിങ്ങളുടെ ഓഫീസിൽ വന്നതിന്റെ
അദ്ദേഹം ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് വോട്ട് ചോദിക്കാൻ വന്നതാണ്. അതിന്റെ വേറെ പ്രത്യേകിച്ച് ഈ രീതിയിൽ ഈ ഇലക്ഷനുമായി മുൻനിർത്തി വേറെ ചർച്ചകളൊന്നും നടന്നിട്ടില്ല. അദ്ദേഹം വോട്ട് ചോദിച്ചു, ഞങ്ങളുടെ സഹായം അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഇല്ലല്ല, UDF-ന്റെയോ കോൺഗ്രസിന്റെയോ മറ്റ് നേതാക്കളുമായിട്ട് ഈ വിഷയത്തിൽ നമ്മൾ ചർച്ച നടത്തിയിട്ടില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഇലക്ഷൻ പോളിസി എന്നത് പാർട്ടിക്കൊരു നിലപാടും ഒരു നയമുണ്ട്. അത് ഫാസിസ്റ്റ് വിരുദ്ധമായ നിലപാടാണ്. അവിടെ നേരത്തെ ചോദിച്ചതുപോലെ അവിടെ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാണോ അവരെ ജയിപ്പിക്കുന്നിടത്ത് പിന്നെ വേറെ എന്തേണ്ടതില്ല, ഞങ്ങൾക്കൊരു ചർച്ചയുടെ ആവശ്യമില്ല എന്നുള്ളതാണ്. അത് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി എടുത്ത നിലപാടാണ്. അതുതന്നെയാണ് സംസ്ഥാനത്തിലും പ്രാദേശികമായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പാലിക്കുന്നത്. അതിനപ്പുറത്തുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ മാത്രമേ അത്തരം ചർച്ചകളുടെ ആവശ്യം ഉരുത്തിരിയുന്നുള്ളൂ. പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം LDF ഇല്ല. അതുകൊണ്ടാണ് അങ്ങനെ LDF-ന് ജയസാധ്യതയുള്ള ഒരു സ്ഥലമായിരുന്നെങ്കിൽ അവരുടെ ഒരാളെ ആയിരിക്കും കാൻഡിഡേറ്റായി നിർത്തുക. അതിനപ്പുറത്തൊരാളെ വാടകയ്ക്കെടുത്ത് നിർത്തേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. സ്വന്തം ചിഹ്നത്തിലാണ് അവർ മത്സരിക്കുക. ഇതുവരെ പാലക്കാട് നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ CPM മത്സരിച്ച് സ്വന്തം ചിഹ്നത്തിലാണ്. ആ സ്വന്തം ചിഹ്നം മാറ്റിവെച്ച് അവരൊരു തെരഞ്ഞെടുപ്പ് നേരിട്ടത് മതേതര വോട്ട് ഭിന്നിപ്പിക്കാനാണ് എന്ന സുചിന്തിതമായ നിലപാട് പാർട്ടിക്കുണ്ട്. അതിനെതിരെയാണ് പാർട്ടി എന്ത് ചെയ്തത്, ക്യാമ്പയിൻ നടത്തിയത്. മതേതര വോട്ടുകൾക്കിടയിൽ സ്പിറ്റ് ഉണ്ടാക്കാതിരിക്കാൻ. അതുകൊണ്ടാണ് 2 പത്രങ്ങളിൽ മാത്രം പരസ്യം വരുന്നത്. അത് ഏത് പത്രങ്ങളാണ് എന്ന് നിങ്ങൾ പരിശോധിച്ച് നിങ്ങൾക്കറിയാം. 2 പത്രത്തിൽ വന്നുപോയി എന്നുള്ള ചിലപ്പോൾ സാമ്പത്തിക പ്രയാസം ഉണ്ടെങ്കിൽ 2 പത്രത്തിൽ മാത്രമൊക്കെ പരസ്യം കൊടുക്കാം. പക്ഷെ അത് ഏത് പത്രമാണെന്നുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. തൃശ്ശൂരിൽ പൂരം കലക്കിയതുപോലെ ഇവിടെ പരസ്യം കലക്കിയിട്ട് BJP-ക്ക് ജയിക്കാൻ അനുകൂലമായ സാഹചര്യം ഒരുക്കി കൊടുക്കാനായിരുന്നു CPM-ന്റെ പദ്ധതി. യഥാർത്ഥത്തിൽ BJP പരാജയപ്പെടാൻ സന്തോഷിക്കുകയല്ല CPM ചെയ്യേണ്ടിയിരുന്നത്. യഥാർത്ഥത്തിൽ അതല്ല വേണ്ടിയിരുന്നത്. കാരണം ഇന്ത്യ മുന്നണിയുടെ തന്നെ ഒരു ഭാഗമാണ് CPM, അതിൽ തന്നെ പെട്ടതാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പൊ BJP പരാജയപ്പെട്ട് കഴിഞ്ഞാൽ സന്തോഷിക്കേണ്ടെന്ന് CPM എന്ത് ചെയ്തത്? അപ്പൊ ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഈ പറയുന്ന സ്വഭാവത്തിൽ പിന്നെ ഈ മറ്റുള്ള ആളുകളിലേക്ക് പഴിചാരിക്കൊണ്ട് കണ്ണാടി പിന്നെ മുഖം വികൃതമായ കണ്ണാടിയെ കുറ്റം പറയുന്ന മാതിരി അവര് പരാജയപ്പെട്ട് അവരുടെ നരേഷൻ ജനങ്ങൾ തള്ളിക്കളഞ്ഞത്, അതിന്റെ എല്ലാറ്റിന്റെയും പഴി ഒരു പാർട്ടിയുടെ വെൽഫെയർ പാർട്ടിയുടെ മേലെ കെട്ടിവെക്കാനുള്ള ശ്രമത്തെ പാർട്ടി ഒരിക്കലും അംഗീകരിക്കില്ല. അതിനേത് സ്വഭാവത്തിലും എതിർക്കാൻ പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ്. ശരിക്കും സാധാരണഗതിയിലെ ഒരു രാഷ്ട്രീയ ജനാധിപത്യ മര്യാദ എന്ന് പറയുന്നത് ജനങ്ങൾ മത്സരം ഉണ്ടാവും. ഒരു ജനാധിപത്യ ഇലക്ഷൻ ആരെങ്കിലും ഒരാളിന് ജയിക്കുള്ളൂ. ആ ജയിച്ച ആളുടെ വോട്ടിനെ സാധാരണക്കാരുടെ അഭിപ്രായമായും അത് സാധാരണക്കാരുടെ ഒരു ജനാധിപത്യ അവകാശത്തിൽ കിട്ടിയ വോട്ടായും പരിഗണിക്കുന്നതിന് പകരം അതിനെ വർഗീയമായി ചിത്രീകരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും മോശമായ പ്രവണതയാണ്. CPM പോലുള്ള ഒരു പാർട്ടി ഒരിക്കലും അതിന് മുതിരാൻ പാടില്ലായിരുന്നു. അത് ഞങ്ങൾ പരാജയപ്പെട്ടു, ജനങ്ങളുടെ വിധിയെഴുതിന് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയലായിരുന്നു യഥാർത്ഥത്തിൽ വേണ്ടിയിരുന്നത്. നിർഭാഗ്യകരമാണ് BJP ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു ഇസ്ലാമോഫോബിയ, ഇവിടെ ഒരു ഇസ്ലാം ഭീതി പടർത്തിക്കൊണ്ട് എല്ലാവരെയും പാലക്കാട്ടെ വോട്ടർമാരെ അവഹേളിക്കുകയാണ് ചെയ്തത് CPM. പാലക്കാട് വോട്ടർമാരെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാണ് CPM ചെയ്തത്. ആലോചിച്ച് പല സംഘടനകളെയും പേര് പറഞ്ഞുകൊണ്ട് പിന്നെ പാലക്കാട്ട് അവരാണ് ജയിപ്പിച്ചത് എന്ന് പറയുന്ന തലത്തിലേക്ക് ഒരിക്കലും CPM തരം താഴാൻ പാടില്ലായിരുന്നു. ഈ ഇലക്ഷനിൽ സംഭവിച്ചിരിക്കുന്നത് CPM അവരുടെ പല ഇടപെടലുകളും പാളിപ്പോയപ്പോൾ, അത് പരാജയപ്പെട്ടപ്പോൾ മുഖം മിനുക്കാൻ വേണ്ടി പലരുടെയും മേലെ ഇടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത്യന്തം നിർഭാഗ്യകരമാണ് ആ സമീപനം എന്ന് പറയുന്നത്. പ്രസ്ഥാനം നടത്തിയ പ്രചാരണം പ്രവർത്തനത്തിലൊക്കെ നടത്തിയ ഒരു സംഘടനയിൽ മതേതര വോട്ടുകൾ പറയുന്നു. പക്ഷെ ഈ വോട്ടുകളൊക്കെ പലപ്പോഴും മതപരമായിട്ട് തന്നെ സംഘടിപ്പിച്ചതാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഒരു സ്റ്റുഡന്റ് എന്ന നിലയ്ക്ക് നമ്മൾ രാഷ്ട്രീയം പഠിക്കുന്നത് ഈ മതേതര വോട്ടുകളെ ഏകീകരിച്ച് ഫാസിസ്റ്റ് വിരുദ്ധ സമീപനം നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് മതേതരമായിട്ടല്ല സംഘാടന കണ്ടത്, മതപരമായിട്ടുള്ള സംഘാടനം കണ്ടത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ അത് ഞാൻ പറയുന്നത്. അപ്പോ മറ്റ് എതിർ പാർട്ടികൾ ചെയ്യുന്നത് ആ മതപരമായി സംഘടിക്കുന്നതും
മതേതരമായിട്ടുള്ള ആളുകളെ അടർത്തിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളൊരു ശ്രമം അവിടെ നടത്തും. പക്ഷെ ഇപ്പോഴും മനസ്സിലാവാൻ പറ്റാത്തൊരു കാര്യം, മാറി നിന്ന് രാഷ്ട്രീയത്തെ കാണുന്ന ഒരാൾക്ക് മതപരമായി സംഘടിപ്പിക്കുന്നത് അത് മതേതര വോട്ടുകളാണ് എന്ന് പറയുകയും ചെയ്യുന്നതാണ്. അതിന്റെ മതേതര ചേരി എന്ന് പറയുന്ന ഒരു പരിവേഷത്തെ കുറിച്ചാണ് പലപ്പോഴും സാധാരണ ഒരു രാഷ്ട്രീയം പഠിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവാതെ കഴിയും. അപ്പൊ രാഷ്ട്രീയത്തിന്റെ ഒരു തന്ത്രം എന്ന നിലയിൽ തന്നെയാണ് അത് ബാക്കിയുള്ളവരും കാണുന്നത്. അത്രയും വിജയിച്ചു എന്നുള്ളത് ശരിയായിരിക്കാം, കാരണം അപ്പൊ അതിൽ വരുന്നു എന്നുള്ളത് വിജയിച്ചു എന്ന് വേണം. ആ വിജയത്തിൽ അഭിനന്ദനവും. നമ്മുടെ കേരളത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും മതചിഹ്നങ്ങളെയും മതവിശ്വാസങ്ങളെയും വികാരങ്ങളെയും ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് BJP അധികാരത്തിലേറിയത്. നിങ്ങൾക്കറിയാം, ബാബരി മുതൽ തുടങ്ങി ഇപ്പോൾ ഷാഹി മസ്ജിദിൽ, ഉത്തർപ്രദേശ് ഷാഹി മസ്ജിദ് വന്ന് നിൽക്കുന്നത് ഹൈന്ദവ സമൂഹത്തോടുള്ള താല്പര്യവും ആരാധനാലയങ്ങൾ സംരക്ഷിക്കലുമാണ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ അവർ രാഷ്ട്രീയം പഠിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. അതില് ഒരു പോയിന്റ് പറയാനുള്ളത്, അതിനെ സംബന്ധിച്ചു ഞാൻ പറയുന്നത് അത് മതപരമായിട്ടുള്ള സംഘാടനത്തെ പ്രതിരോധിക്കുകയാണ്. മതേതരമായി സംഘടിച്ചു എന്ന് പറയുന്നതിന്റെ അനുചിതത്തെ കുറിച്ചാണ് എനിക്ക് തോന്നിയത്. അതും മതപരമായി തന്നെയായിരുന്നു സംഘടിച്ചത് എന്ന് പറയാം. പക്ഷെ പാലക്കാടിന്റെ നമ്മുടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെയും അതേപോലെ തന്നെ പിരായിരി, മാത്തൂർ, കണ്ണാടി പഞ്ചായത്തുകളിലെയും പൊതുവായ സാമൂഹിക സാഹചര്യം വെച്ചുകൊണ്ട് അങ്ങനെ മതേതരമല്ലാത്ത രീതിയിൽ ഇവിടെ നടന്നു എന്ന് പറയുന്നതിൽ ഈ പഞ്ചായത്തുകളുടെയും അവിടുത്തെ സാമൂഹിക ജീവിതവും മതസമൂഹങ്ങളുടെ നിലപാടുകളും വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് അത്തരം ഒരു സൊസൈറ്റി അല്ല. പാലക്കാട് വിദ്വേഷത്തിന്റെ മണ്ണല്ല. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ സംഭവിച്ചത് മറ്റൊന്നാണ്. ഞാൻ അതിനകത്തുള്ള ഒരാളായതുകൊണ്ട് പറയാം. ഇവിടെ കാലങ്ങളായി ഉണ്ടായിരുന്ന UDF, LDF സംവിധാനങ്ങളുടെ പഴയ മാധ്യമപ്രവർത്തകർക്കൊക്കെ അറിയാം, പങ്കുവെക്കലുകളുടെയും പരസ്പര കച്ചവടത്തിന്റെയും ഫലമായി പാലക്കാട് നഗരസഭ കിട്ടിയതാണ്. അതിന്റെ തെളിവുകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. പാലക്കാട് ഡീലിമിറ്റേഷന് നമ്മൾ പോയപ്പോ ചില വാർഡുകളിൽ കുറഞ്ഞ വോട്ട് വേഗത്തിൽ ജയിക്കാൻ പറ്റും. അത് ഏത് വാർഡുകളാ? BJPയുടെ വാർഡുകൾ. അത് UDFർക്കും LDFർക്കും അറിയാത്തതുകൊണ്ടായിരുന്നോ? അല്ല, പരസ്പരം അറിഞ്ഞുകൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്താണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ BJP പാലക്കാട് നഗരസഭയിൽ ഉള്ളത് ഒരിക്കലും അവരുടെ സ്വാധീനം കൊണ്ടല്ല. ഇനി ഒരു ഇലക്ഷൻ വന്നാൽ തീർച്ചയായിട്ടും ഇവിടെ BJP ഭരണത്തിൽ ഉണ്ടാവുകയില്ല എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് പാലക്കാട് മണ്ഡലത്തിന്റെ ജനങ്ങളുടെ ഒരു പൊതു സ്വഭാവം മതേതരമാണ്. അതുകൊണ്ടാണ് രാഹുലിന് ഇത്രയധികം വർഗീയ വിദ്വേഷവും മതങ്ങളുടെ ചിന്തകളെ ദുരുപയോഗപ്പെടുത്തിയ ഒരു ഉപതെരഞ്ഞെടുപ്പ് കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. എന്നിട്ട് പോലും രാഹുൽ വിജയിക്കുന്നത് എന്തുകൊണ്ടാ? വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുന്നത് എന്തുകൊണ്ടാ? ചരിത്ര ഭൂരിപക്ഷം ലഭിച്ചത് എന്തുകൊണ്ടാ? ഇത് മതേതര സമൂഹമായി ചിന്തിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അത് ശരിയാണ്. പക്ഷെ ഇവിടെ പ്രശ്നം അതല്ല. CPM എല്ലാ വർഗീയ വോട്ടുകളും UDF നേടിയെന്നുള്ളതാണ് പറയുന്നത്. BJPയുടെ വോട്ട് അങ്ങോട്ടാ പോയത്. BJPയുടെ വോട്ട് പോയത് അവർക്ക് RSSന്റെ വോട്ട് കിട്ടിയെന്ന് പറയുന്നു. SDP വെൽഫെയർ പാർട്ടിയുടെ വോട്ട് കിട്ടിയെന്ന് പറയുന്നു. ഒരു കാര്യം പറയട്ടെ പ്രസാദേ, BJPയുടെ പ്രദേശത്ത് നിന്ന് വോട്ട് പോയല്ലോ, 5000 വോട്ട് കാണാൻ പറ്റും. ആ അടിസ്ഥാനത്തിൽ മത വോട്ടായിരുന്നെങ്കിൽ അതിനൊരു മറുപടി പറയട്ടെ. അപ്പൊ അതിനർത്ഥം എന്താ? മതേതരമായി ചിന്തിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഒരാൾ ജയിക്കണം എന്ന് പാലക്കാടൻ ജനത ആഗ്രഹിച്ചു. എല്ലാ വർഗീയ പാർട്ടികൾക്കും പറ്റിയ പ്ലാറ്റ്ഫോം UDF ആണെന്നാണ് അവരുടെ വ്യാഖ്യാനം. മാത്രമല്ല ഈ SDP പള്ളികൾ കേന്ദ്രീകരിച്ച് ലഘുലേഖ മതപരമായി ഏറ്റവും കൂടുതൽ വോട്ടുകളെ ഏകീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് CPM ആണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പൊ പാണക്കാട് തങ്ങൾക്കെതിരെ പ്രസ്താവന ഇറക്കി. ഈ പാണക്കാട് തങ്ങൾക്കെതിരെ പ്രസ്താവന ഇറക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ CPMന്റെ മുൻകാല നരേഷനുകൾ ശ്രദ്ധിച്ചാൽ കൃത്യമായി നമുക്കറിയാൻ കഴിയും. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ പറഞ്ഞത് കേരളം ഭരിക്കുന്നത് അമീർ, കുഞ്ഞാലിക്കുട്ടി, ഹസൻ സഖ്യമാണ് എന്നതാണ്. ഇത് ഒരു പച്ച കള്ളമാണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാ ആളുകൾക്കും അറിയാം. പക്ഷെ അതൊരു നരേഷനായിരുന്നു. അതിനു മുമ്പ് കേരളത്തോട് പറഞ്ഞത് കേരളം ഭരിക്കുന്നത് കുഞ്ഞാലിക്കുട്ടി, കുഞ്ഞൂനി, കുഞ്ഞുമാണി സഖ്യം എന്നതായിരുന്നു. CPM ആണ് ഈ നരേഷനുകളൊക്കെ കേരളത്തിൽ പ്രചരിപ്പിക്കുകയും കേരളത്തിന് സംഭാവനകൾ ചെയ്യുകയും ചെയ്തത്. എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ് കേരളം അടക്കി ഭരിക്കുന്നത്, അതുകൊണ്ട്
ഭൂരിപക്ഷ സമുദായമേ നിങ്ങൾ ഞങ്ങളെ പിന്തുണക്കൂ എന്ന സന്ദേശമാണ് നൽകിയത്. രണ്ടാമത് പറഞ്ഞത് എന്താ? അമീർ കുഞ്ഞാലിക്കുട്ടി ഹസൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായമാണ് കേരളത്തെ അടക്കി ഭരിക്കുന്നത്, അതുകൊണ്ട് ഹിന്ദു ക്രിസ്ത്യൻ സമൂഹമേ നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നതാണ് CPM കേരളീയ സമൂഹത്തോട് പറഞ്ഞത്. അങ്ങനെയുള്ള നരേഷനുകൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് CPM ആണ്. ആ CPM അതേ ഒരു പാത തന്നെയാണ് പാലക്കാടും അവര് അവരിവിടെ അനുവർത്തിച്ചു വന്നത്. അപ്പൊ ആ യാഥാർത്ഥ്യങ്ങളും ബിജെപിയുടെ വിമല വോട്ട് പോലും അത് നേടാൻ പറ്റിയില്ലല്ലോ, അതൊക്കെ UDF-ലേക്കല്ലേ പോയത്. അത് CPM പഠിക്കേണ്ട ഒരു പാഠമാണ്. അല്ല, അതിന് കാരണമുണ്ട്. അതിന് കാരണം എന്താ വെച്ചാല് BJP-കാര് റിബൽ ചെയ്യുന്നത് എന്തുകൊണ്ടാ? അവരുടെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താനാണ് അവരെന്ത് ചെയ്യുന്നത്? റിബലായി വർക്ക് ചെയ്യുന്നത്. അത് CPM നോട്ട് കൊടുത്തതുകൊണ്ട് അത് നടക്കൂല. കാരണം CPM-ന്റെ സ്ഥാനാർത്ഥി ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയല്ല. BJP-കാര് റബലാകുന്നത് അവരുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനാണ്. അവരുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ജയസാധ്യതയുള്ള UDF നോട്ട് ചെയ്തത്. അതല്ലാതെ ഇപ്പുറത്ത് UDF-ന് വേറെന്തൊരു മഹത്വമുള്ളത് കൊണ്ടല്ല. അവര് തിരിച്ച് LDF-ന് ചെയ്തിരുന്നെങ്കിൽ ആര് ജയിക്കുമായിരുന്നു? ഈ റിബലുകളായ ആളുകൾ വോട്ട് LDF-ന് ചെയ്തിരുന്നെങ്കിൽ ആരവിടെ ജയിക്കുക? ഇവര് വോട്ട് മാറ്റി ചെയ്യുന്നത് തന്നെ BJP ജയിക്കാതിരിക്കാനാണ്. അപ്പൊ ഒന്നിൽ BJP ജയിക്കും, അല്ലെങ്കിൽ പിന്നെ CPM ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല, വീണ്ടും BJP-നായിരിക്കും ജയിക്കുക. അത് ജയിക്കാതിരിക്കാനാണ് അവർ ആ വോട്ട് എന്ത് ചെയ്യുന്നത്? ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിക്ക് കൊടുക്കുന്നത്. CPM സ്ഥിരം പറയുന്ന പല്ലവിയാണല്ലോ. ഇപ്പൊ വെൽഫെയർ പാർട്ടി CPM-ന്റെ കൂടെ നിന്നപ്പോ അവര് ജനാധിപത്യവാദികളും, അല്ലെങ്കിൽ UDF-ന്റെ കൂടെ നിൽക്കുമ്പോൾ തീവ്രവാദികളും, LDF-ന് കിട്ടുന്ന വോട്ടുകൾ മാത്രം മതേതര വോട്ട് എന്നുള്ള തോൽവി അംഗീകരിക്കാൻ പറ്റാത്ത സ്ഥിരം CPM-ന്റെ പല്ലവിയാണ്. CPM ഇതിലൂടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ രണ്ട് പത്രങ്ങളിൽ പരസ്യം കൊടുത്തതിലൂടെ മുസ്ലിം സമൂഹം ഇങ്ങനെ രണ്ട് പത്രപരസ്യങ്ങൾ കൂടെ വീഴുമെന്നുള്ളത് അത് ഇത്രത്തോളം CPM-ന്റെ എന്താ പറയാ ബുദ്ധിശൂന്യതയായിട്ടാണ് മനസ്സിലാക്കുന്നത്. ശരിക്കും ഈ ശ്രീധരൻ കിട്ടിയ 10,000 വോട്ടുകൾ സത്യത്തില് എല്ലാം ഈ മതചിന്തന്റെ വോട്ടാണല്ലോ. അത് മതേതരത്വത്തിന് UDF-ന് കിട്ടിയ നിലപാടിന്റെ വോട്ടാണ്. ഈ ശ്രീധരന് കിട്ടിയ 10,000 വോട്ടിൽ കൂടുതലാണ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതിൽ വോട്ടൊന്നും CPM-ന് വാങ്ങിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ ചേർത്തിയ വോട്ടിന്റെ 2,000 വോട്ടിന്റെ ലീഡാണ് CPM-ന് കിട്ടിയിട്ടുള്ളൂ. CPM-ന്റെ സ്ഥിരം പല്ലവിയാണ് കിട്ടാത്ത വോട്ട് തീവ്രവാദ വോട്ട് എന്നുള്ളത്. അത് ഇനി ഈ പാലക്കാടിനും പ്രത്യേകിച്ച് കേരളത്തിലും ഏൽക്കില്ല. കൃത്യമായിട്ട് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ 2015-ന്റെ കണക്കുകൾ കൃത്യമായിട്ട് തരാമല്ലോ. വെൽഫെയർ പാർട്ടിയുമായിട്ട് ഭരിച്ച സ്ഥലങ്ങളും അവർ സഹകരിച്ച എല്ലാം മുമ്പിലുണ്ട്. പക്ഷെ അത് അംഗീകരിക്കാൻ മടിയാണ് അവർക്ക്. അതുകൊണ്ട് തന്നെ നമ്മളെന്താ CPM-കാരുടെ പ്ലേറ്റ് മാറ്റിപ്പിടിക്കേണ്ട സമയം. കാരണം നേരത്തെ CPM ഈ പറഞ്ഞൊക്കെ പത്രങ്ങളിലും ചാനലുകളൊക്കെ പോകുന്നത് ഇപ്പൊ അവര് തന്നെ തിരിച്ചു ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ചാനൽ ചർച്ചകളിലും പത്രങ്ങളിലും ഒക്കെ CPM ഉന്നയിക്കുന്ന ഇത്തരം ആരോപണങ്ങൾക്ക് അവര് തന്നെ മറുപടി കൊടുക്കാറുണ്ട്. CPM അവരുടെ പ്ലേറ്റ് മാറ്റിപ്പിടിക്കണം. ഇനി പഴയ പതിവ് പല്ലവിയുമായിട്ട് ജനങ്ങളെ സമീപിച്ച് സ്വയം വിഡ്ഢികളാകാമെന്നല്ലാതെ മാറ്റമുണ്ടാവില്ല. നിങ്ങളാണ് തിരുത്തേണ്ടത് CPM-ന്. അതോടൊപ്പം CPM-നെ പോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. ഇപ്പൊ വെൽഫെയർ പാർട്ടിയുടെ വോട്ടുകൾ മതേതര വോട്ടുകൾ അല്ലാതാവുകയും CPM-ന്റെ വോട്ടുകൾ മതേതര വോട്ടാവുകയും ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ കാപട്യമാണ്. അതൊക്കെ CPM തിരുത്തേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞതുകൊണ്ടുകൂടിയാണ് CPM-ന് ഈ ഒരു വലിയ തിരിച്ചടി ലഭിച്ചത് എന്ന് യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കണം. അല്ല, അത് നിലപാട് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. BJP-യുടെ നിലപാട് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി വംശീയതയാണ്. അത് എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യവുമാണ്. അങ്ങനെയാണെങ്കിൽ CPM-നെ കുറിച്ച് നമുക്ക് പറയാം. CPM-ന്റെ ലക്ഷ്യം എന്താണ്? തൊഴിലാളി സർവാധിപത്യമാണ്. അത് വെച്ചുകൊണ്ട് CPM-നെയും വിമർശിക്കാം. പക്ഷെ BJP-യെയും അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയെയും ഒന്നിച്ച് പറയുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായ പ്രസ്താവനയല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. മതേതരം എന്ന് പറയുന്നതിന് നിർവചനം എന്താ? മതേതരത്തിന്റെ നിർവചനം മതനിരപേക്ഷത. മതനിരപേക്ഷത ഇതെല്ലാം പാചക കസത്തുകൾ മാത്രം. മതേതരം എന്നുള്ളത് വെറും പാചക കസത്താണ്. വോട്ടിന് വേണ്ടി എല്ലാ പാർട്ടികളും ചെയ്യുന്ന BJP ആയാലും കോൺഗ്രസ് ആയാലും വെൽഫെയർ പാർട്ടി ആയാലും
SDP ആയാലും എല്ലാം മതേതരം എന്നുള്ളത് കാപട്യം മാത്രം. കൂടുതൽ പറയുന്നില്ല. ഇതൊരു സംഗതി എന്താ വെച്ചാല് ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരാൾ മത്സരിക്കുമ്പോൾ ഭരണ നേട്ടങ്ങളെ കുറിച്ച്, ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച്, ക്ഷേമ പദ്ധതികളെ സംബന്ധിച്ചല്ലേ ഇവിടെ ഇലക്ഷനിൽ ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ലല്ലോ. അതാണ് ചർച്ച ചെയ്യേണ്ട പാർട്ടി ആരാ? ആരും ചർച്ച ചെയ്യുന്നില്ലല്ലോ. എല്ലാവരും ചർച്ച ചെയ്യും. എല്ലാവരും ചർച്ച ചെയ്യണം. അതേസമയം ഇവിടെ CPM മുഖ്യമായും ഉദ്ദേശിച്ചത് നേരത്തെ ജില്ലാ പ്രസിഡന്റും ഒക്കെ പറഞ്ഞ കാര്യമാണ്. അവർ ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയും ഇവിടെ മറ്റൊരു നരേഷൻ കൊണ്ടുവരികയുമാണ് ഇവിടെ ചെയ്തത്, അല്ലേ? അത് നമുക്ക് വ്യക്തമാണ്. സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ഞങ്ങൾ ഇന്നതെല്ലാം ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു, ഇന്നെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നു എന്ന് പറയാൻ കഴിയാത്ത വിധം ഇത് പരാജയമാണ് കേരളത്തിന്റെ ഭരണം എന്നിട്ട് ഭരണം പറയുന്നത്. അതുകൊണ്ട് അവർ നരേഷൻ മാറ്റിപ്പിടിച്ചു, വർഗീയമാക്കുകയും ഇവിടെ വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കുകയുമാണ്. പക്ഷെ CPM തകരണം, നശിക്കണം എന്ന് വെൽഫെയർ പാർട്ടിക്ക് അഭിപ്രായമില്ല. അതുകൊണ്ട് ഞാൻ പറയാം, CPM പോലെ ഒരു പാർട്ടി നശിക്കുക, തകരുക എന്നതല്ല, അവർ കറക്റ്റ് ചെയ്യണം. അവരുടെ ഇപ്പോഴുള്ള ഹിന്ദുത്വ സമീപനങ്ങളെ അവർ തിരുത്തണം എന്നാണ് നമുക്ക് ആവശ്യപ്പെടാറുള്ളത്.